നിയമമെല്ലാം ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺവെന്റുകളാണ്. ആ നിയമം അനുസരിക്കാൻ ഞങ്ങളെല്ലാവരും ബാധ്യത ഉള്ള ആൾക്കാരാണ്. പിന്നെ പൊതുപ്രവർത്തകർ എപ്പോഴും മാതൃകാ പ്രവർത്തകരായിരിക്കണം. അപ്പോൾ രാഹുലായാണെങ്കിലും അത്തരത്തിൽ തെറ്റായ നടപടികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഒരു കാരണവശാലും പാർട്ടി സംരക്ഷിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച സന്ദേശമാണ് ഇന്നലെ. തീർച്ചയായിട്ടും അതായത് നമുക്ക് പൊതുപ്രവർത്തകരാണ്, അവർ പൊതുജനങ്ങളുടെ മുമ്പിൽ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. അല്ലാത്ത ആളുകൾക്ക് അവരെപ്പോഴാണെങ്കിലും പിടിവീഴും, അതാരായാലും പിടിവീഴും. നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനമോ നിയമ സംവിധാനമോ അനുവദിക്കുന്നില്ല. അത് സ്വന്തമായിട്ടുള്ളത് CPM-നാണ്. അതായത് പാർട്ടി അവരുടെ കൂടുതലാണോ കുറവാണോ എന്ന് അവർ തീരുമാനിക്കും, നിയമവ്യവസ്ഥ അവർ തീരുമാനിക്കും, കോടതി അവരുടേതാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഈ വഴികളിൽ എന്തെങ്കിലും ആരുടെങ്കിലും പങ്കുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, അത് സുതാര്യമായിട്ട് തന്നെ ജനമുമ്പാകെ തന്നെ പരിശോധിക്കും. അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കെൽപ്പുള്ള നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പോലീസ് പരാജയമല്ലേ? കേരളത്തിലെ പോലീസ് സമ്പൂർണ്ണ പരാജയമാണ്. ഇക്കാര്യത്തിൽ മാത്രമല്ല, 3 മാസം മുമ്പേ ആരോപണം ഉയർന്നു. എവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, യാതൊരു തെളിവും കിട്ടിയില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തത് ആരാ? പിണറായി വിജയന്റെ പോലീസല്ലേ, കോൺഗ്രസ് അല്ലേ?